ദൈവ തിരുനാമം പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹ വന്ദനങ്ങൾ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, ഇബ്രാഹിമിൽ ജനിച്ച എബ്രായൻ എന്നീ പദവികളും, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ, ദുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച അന്യൻ, ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം പഠിച്ചവൻ എന്നീ സ്ഥാനമാനങ്ങളും ഉള്ളവൻ, എന്നാൽ ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് തേജോമയനായ ദൈവം അവന് വെളിപ്പെട്ടപ്പോൾ അവന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ടു. അതോടെ അതുവരെ തുറക്കപ്പെട്ടിരുന്ന പുറമെയുള്ള കണ്ണുകൾ കുറെ സമയത്തേക്ക് അടയ്ക്കപ്പെട്ടു. അതോടുകൂടെ മുമ്പ് വലുതായി കണ്ടത് മുഴുവനും ചപ്പൊന്നും ചവറൊന്നും എണ്ണുവാൻ പൗലോസിനിടയായി. അന്നു മുതൽ പൗലോസ് വിശ്വാസത്താൽ നടക്കുന്നവനായി മാറി. കാഴ്ചയാൽ നടക്കുന്നവൻ ശാരീരിക കണ്ണുകൊണ്ട് മാത്രമെല്ലാം കാണുന്നു, അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുന്നു. വിശ്വാസത്താൽ നടക്കുന്നവൻ ശാരീരിക കണ്ണുകൊണ്ടും ഹൃദയദൃഷ്ടി കൊണ്ടും സകലവും കാണുന്നു. കാഴ്ചയാൽ നടക്കുന്നവന്റെ കാഴ്ചപ്പാട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ അവസാനിക്കുമെന്നുള്ളതാണ്. എന്നാൽ വിശ്വാസം നടക്കുന്നവന്റെ കാഴ്ചപ്പാട് കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം എന്നുള്ളതാണ്. അതായത് ഭൗതികം എത്ര വലുതായാലും അത് താൽക്കാലികമാണ്, ആത്മീയം അത്ര ചെറുതായി തോന്നിയാലും അത് നിത്യമാണ്. ലോക മനുഷ്യർ കാഴ്ചയാൽ നടക്കുന്നവരാകിയാൽ തങ്ങൾക്ക് വലുതായി കാണുന്ന സ്ഥാനമാനങ്ങൾക്കും പേരിനും പെരുമയ്ക്കും ഭൗതിക നേട്ടങ്ങൾക്കുമായി രാപ്പകൽ അവർ അധ്വാനിക്കുന്നു. എന്നാൽ വിശ്വാസം നടക്കുന്നവർ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തെ വിശ്വാസത്തിൽ കണ്ടും അത് പ്രാപിക്കുവാൻ അതിനെ ലക്ഷ്യമാക്കി വിശ്വാസം നടന്ന് അവിടെ അവർ എത്തിച്ചേരുന്നു. അതിനാൽ പ്രിയരെ, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ടവരായി, കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുന്നവരായി, കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യമെന്ന് മനസ്സിലാക്കി മോശയെ പോലെ ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്നതും ക്രിസ്തുവിന്റെ നിന്ദയും അതോടെ ചേർന്ന് നിൽക്കുന്ന മഹാപ്രതിഫലങ്ങളും ദർശിച്ച് വിശ്വാസം നടക്കുന്നവരായി ദൈവകരങ്ങൾ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്ന വചനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കാഴ്ചയാൽ നടക്കുന്നവരല്ലല്ലോ, വിശ്വാസത്താൽ നടക്കുന്നവരായി തീരുവാൻ താവെ അങ്ങനെ കർത്താവെ, അങ്ങ് കർത്താവെ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തെ വിശ്വാസത്തിൽ കണ്ടും അത് പ്രാപിക്കുവാൻ അതിനെ ലക്ഷ്യമാക്കി വിശ്വാസത്താൽ നടന്ന് അതിനെ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവകൃപയിൽ ഞങ്ങളെ എല്ലാവരെയും പൊതിഞ്ഞാട്ട് ഞങ്ങൾക്ക് എന്ന വിലയേറിയ വചനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ ദിവസങ്ങളൊക്കെ നടത്തുന്ന കൃപകൾക്കായ സ്തോത്രം. തുടർന്ന് ഞങ്ങളെ പരിപാലിച്ചാട്ട് എല്ലാവരെയും ബലപ്പെടുത്തിയാട്ട് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. പ്രത്യാശയോടെ നാം ഓട്ടം തികച്ചിടാം.